ലോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം. വാട്ട് ഈസ് മീൻ ബൈ നെപ്പോട്ടിസം? വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസന്റെ മൂവിയിലെ നെവിൻ പോളിയുടെ ഈ ഒരു സീൻ കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് നെപ്പോട്ടിസത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തുകൂടാ എന്നൊരു ഐഡിയ വന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇന്നത്തെ കാലഘട്ടത്തെയൊക്കെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് നെപ്പോട്ടിസത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാവുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത് നെപ്പോട്ടിസത്തെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോയാണ്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ നെപ്പോട്ടിസം? അധികാരമോ അല്ലെങ്കിൽ സ്വാധീനമോ ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ രാഷ്ട്രീയം, ബിസിനസ്, എന്റർടൈൻമെന്റ് എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ നേട്ടങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു രീതിയെയാണ് പൊതുവെ നമ്മൾ ഈ നെപ്പോട്ടിസം അല്ലെങ്കിൽ സ്വജന പക്ഷപാതം എന്നൊക്കെ പറയുന്നത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം നെപ്പോട്ടിസം എന്നത് ഗിവിംഗ് അൺഫെയർ അഡ്വാൻറ്റേജസ് ടു യുവർ ഓൺ ഫാമിലി ഇഫ് യു ആർ ഇൻ എ പൊസിഷൻ ഓഫ് പവർ എസ്പെഷ്യലി ബൈ ഗിവിംഗ് ദം ജോബ്സ് എന്നാണ്. അതായത് നിങ്ങൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് അന്യായമായ നേട്ടങ്ങൾ നേടിക്കൊടുക്കുക, എസ്പെഷ്യലി അവർക്ക് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ ജോലി നൽകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നെപ്പോട്ടിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എലിജിബിലിറ്റി എന്നൊരു ക്രൈറ്റീരിയയ്ക്ക് ഇവിടെ യാതൊരുവിധ പ്രാധാന്യവുമില്ലെന്ന്. അപ്പോൾ ഈ നെപ്പോട്ടിസത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് നെപ്പോട്ടിസത്തിന്റെ ഒറിജിൻ എന്താണെന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്ഭവം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നെപ്പോട്ടിസ്കോ എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നുമാണ് ഈ ഒരു പദം രൂപം കൊണ്ടത്. മലയാളത്തിൽ മരുമകൻ എന്ന അർത്ഥം വരുന്ന നെപ്പോസ് എന്ന ലാറ്റിൻ മൂലത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു വേർഡ്. ഈ നെപ്പോട്ടിസം രൂപം കൊണ്ടത് കത്തോലിക്ക ബിഷപ്പുമാരിൽ നിന്നുമാണ്. അതായത് ഈ ബിഷപ്പുമാർ അവരുടെ സമ്പത്തും സ്വത്തുക്കളും മറ്റും അവരുടെ നിയമപരമല്ലാത്ത പിൻഗാമികളായ അവരുടെ അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി വൈദികർക്ക് അവരുടെ കുടുംബങ്ങളിൽ അധികാരവും സ്വത്തും നിലനിർത്തുവാനും സാധിച്ചിരുന്നു. ഇങ്ങനെ നിരവധി മാർപ്പാപ്പമാർ മരുമക്കളെയും മറ്റു ബന്ധുക്കളെയും കർദിനാളായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഒരു മാർപ്പാപ്പ രാജവംശം തുടരുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഇവർ കണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നെപ്പോട്ടിസം ഉണ്ടായി വന്നത്. ബിസിനസ്സിൽ ബന്ധുക്കൾക്ക് അമിതമായ പിന്തുണ നൽകുക, അഭിലഷണീയമായ സ്ഥാനങ്ങളിലേക്കുള്ള നിയമന വേളകളിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അമിതമായ പരിഗണന നൽകുക, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ബന്ധുക്കൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണന, അതിലൂടെ അവർക്ക് നേട്ടങ്ങൾ നേടിക്കൊടുക്കുക, ഒരു കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന പൊസിഷനിലുള്ള ഒരാൾ യോഗ്യതയില്ലാത്ത മക്കൾക്കും മരുമക്കൾക്കും ഉയർന്ന സ്ഥാനങ്ങൾ നൽകുക, ഇവയെല്ലാം തന്നെ നെപ്പോട്ടിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ നാടിനെ തന്നെ ഉദാഹരണമാക്കിക്കൊണ്ട് നെപ്പോട്ടിസത്തെ ഒന്ന് വിശകലനം ചെയ്യാം. നെപ്പോട്ടിസം നന്നായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണല്ലോ ഫിലിം ഇൻഡസ്ട്രിയും പൊളിറ്റിക്സും. ഇതിൽ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്റ്റാർസിന്റെ മക്കൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെ കടന്നു വന്നവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകണമെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിലോ അവർക്ക് അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ നെപ്പോട്ടിസം എന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ആ ഒരു ഫീൽഡിലേക്കുള്ള അവരുടെ എൻട്രി എളുപ്പമാക്കുന്ന ഒരു ഫാക്ടറായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രി എന്നത് സ്റ്റാർ കിഡ്സിനെ പോലെ അതത്ര എളുപ്പമുള്ള ഒന്നല്ല. സോ ഇങ്ങനെയുള്ള കേസുകളിൽ എൻട്രി എളുപ്പമാക്കുന്ന ഒരു പാരാമീറ്ററായി മാത്രം നമുക്ക് നെപ്പോട്ടിസത്തെ കാണാൻ സാധിക്കും. പിന്നെ എപ്പോഴാണ് നെപ്പോട്ടിസം വിമർശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് മറ്റൊരാളുടെ അവസരത്തിന് മുന്നിൽ ബോധപൂർവം വിലങ്ങുതടിയായി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അതിജീവനത്തെ ഇല്ലാതാക്കുമ്പോഴോ ആണ്. സോ സ്വന്തം കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും ഉയർന്നു വന്ന സ്റ്റാർ കിഡ്സിനെ നെപ്പോ കിഡ്സ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കേണ്ട കാര്യവുമില്ല. സോ ഫിലിം ഇൻഡസ്ട്രിയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് നെപ്പോട്ടിസത്തിന് പോസിറ്റീവ് ഉദാഹരണങ്ങളും നെഗറ്റീവ് ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. ഒരുപക്ഷെ നെപ്പോട്ടിസത്തിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് നമ്മൾ കൂടുതലായും കണ്ടിട്ടുള്ളത് ബോളിവുഡിലായിരിക്കാം. ഇനി നിലവിലെ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നെപ്പോട്ടിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി. മുൻപ് ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കഴിവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നെപ്പോട്ടിസം എന്നത് ജസ്റ്റ് ഒരു ഈസി എൻട്രിക്കുള്ള വെറും ഒരു പാരാമീറ്റർ മാത്രമായി ചുരുക്കപ്പെടുമെന്ന്. എന്നാൽ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കേസിൽ അത് അങ്ങനെയല്ല. രാഹുൽ ഗാന്ധിക്ക് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് എന്നത് വളരെ കുറവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നേ വരെ രാഹുൽ ഗാന്ധിക്ക് BJPക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുമില്ല. അതുമാത്രമല്ല, മോദിയെ പോലെ രാഷ്ട്രീയത്തിൽ വേണ്ടത്ര എക്സ്പീരിയൻസോ ജനപിന്തുണയോ നേടിയെടുക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുമില്ല. വയനാട്ടിലെ MP ആയിരുന്നിട്ട് കൂടിയും വയനാട്ടിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ, അതായത് ഗതാഗതക്കുരുക്ക്, വന്യജീവി ആക്രമണം, അത്യാഹിത ചികിത്സാ സൗകര്യം എന്നിങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും ഒരു MP എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് വേണ്ട പരിഹാരം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇലക്ഷന് തോൽക്കാതിരിക്കുവാൻ വേണ്ടി മാത്രം വയനാട് തിരഞ്ഞെടുത്തു എന്നതുപോലെയായി. ഒരു നേതാവിന്റെ ഉത്തരവാദിത്തമില്ലായ്മയും അച്ചടക്കമില്ലായ്മയുമായി മാത്രമേ ജനങ്ങൾ ഇതിനെ വിലയിരുത്തുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ നല്ലൊരു പ്രൈം മിനിസ്റ്റർ ആവാൻ സാധിക്കുക എന്ന ചോദ്യവും ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരാം. കോൺഗ്രസിന്റെ ഇത്രയും ദാരുണമായ അവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാന കാരണം രാഹുൽ ഗാന്ധിയാണെന്ന് നിസ്സംശയമായി പറയാം. രാഹുൽ ഗാന്ധിയേക്കാൾ കഴിവുള്ള പല നേതാക്കന്മാരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും രാഹുൽ ഗാന്ധിയെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് നെപ്പോട്ടിസം ഒരു പ്രശ്നമായി മാറുന്നത്. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ശക്തമായ ഒരു ഒപ്പോസിഷൻ.
ശക്തമായ ഒരു ഒപ്പോസിഷൻ ഇല്ലാത്ത രാജ്യം എന്നത് ഏകാധിപത്യ രാജ്യത്തിന് തുല്യം തന്നെയാണ്. അതും മോദിയെ പോലെ പാർട്ടിക്ക് അതീതനായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവുള്ള രാജ്യത്ത്. ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്നയാൾ നെപ്പോട്ടിസത്തിന്റെ ഒരു നെഗറ്റീവ് ഉദാഹരണമായി വേണം കണക്കാക്കാൻ. ചില ഉദാഹരണങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നെപ്പോട്ടിസത്തെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ